നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസ് ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പുറമേക്കാൾ ടെമ്പറേച്ചർ കുറയുന്ന രീതിയിലാണ് ഗേബിൾ ഷേപ്പാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലും റൂഫിൽ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. വളരെ സ്റ്റീപ്പായിട്ടുള്ള ആർച്ചാണ് കൊടുക്കുന്നത്. അതുകൊണ്ടൊരു ചിമ്മിനി എഫക്റ്റ് മാതിരി ചൂടുവായനെ പിടിച്ച് വലിച്ച് പുറത്ത് കളയാനുള്ള ഒരു രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ ആവശ്യത്തിനുള്ള പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് ഈവൺ ഒരു 1/2 സെൻറ്റ്, അതായത് 20 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി കൃഷി ചെയ്യാൻ പാകത്തിനാണ്. അപ്പോൾ ഒരു 20 സ്ക്വയർ മീറ്ററിൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2 മൾട്ടി ടയർ ഗ്രോ ബാഗ്, 2 മൾട്ടി ടയർ ഗ്രോ ബാഗ് വിത്ത് കമ്പോസ്റ്റിംഗ് ഫെസിലിറ്റി, 24 ഗ്രോ ബാഗ്, പിന്നെ ഒരു സൈഡിൽ 3 ട്രഫുകൾ. ഈ ട്രഫുകളിൽ സാലഡ്സുകളാണ് ഉദ്ദേശിക്കുന്നത്. പാലക്ക്, പാഴ്സലി, സെലറി, ലെറ്റ്യൂസ്, ബാസിൽ, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലെല്ലാം നമ്മൾ മൈക്രോ ഇറിഗേഷനാണ് കൊടുക്കുന്നത്. ട്രഫുകളിൽ നമ്മൾ ഇൻലൈൻ ഡ്രിപ്പേഴ്സ് കൊടുക്കുന്നു. പിന്നെ ഗ്രോ ബാഗുകളിൽ ആരോ ഡ്രിപ്പർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. മൾട്ടി ടയർ ഗ്രോ ബാഗിൽ നമ്മൾ മോൾ ഭാഗത്ത് സർക്കുലറായിട്ട് നമ്മൾ ഡ്രിപ്പർ വെച്ചിട്ട് അതിൽ 6 മുതൽ 8 ഡ്രിപ്പേഴ്സ് വയ്ക്കുന്നുണ്ട്. പിന്നെ സെൻറ്ററിലും നമ്മൾ വെള്ളം കൊടുക്കാനായിട്ടുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ടാവും. പൈപ്പിൽ നമ്മൾ അതിലേക്ക് വെള്ളം ന്യൂട്രിയൻ സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയിൽ. ഇത് ഒരു മൾട്ടി ടയർ ഗ്രോ ബാഗാണ്. അതിലുള്ള ഡ്രിപ്പ് ഇറിഗേഷനാണ് ഈ കാണുന്നത്. ഇതിൽ 6 മുതൽ 8 ഡ്രിപ്പേഴ്സ് 4 ലിറ്റർ പെർ അവർ ഡിസ്ചാർജ് കപ്പാസിറ്റിയുള്ള ഡ്രിപ്പേഴ്സ് നമുക്ക് കൊടുക്കുന്നു. ഈ സെൻട്രൽ പൈപ്പിലും നമുക്ക് ന്യൂട്രിയൻ സൊല്യൂഷൻ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇത് മൾട്ടി ടയർ ഗ്രോ ബാഗ് വിത്ത് കമ്പോസ്റ്റിംഗ് ഫെസിലിറ്റിയാണ്. അതിൽ സെൻട്രൽ പൈപ്പ് 6 ഇഞ്ച് ഡയമീറ്ററാണ്. അതിലും നമ്മൾ ഇതുമാതിരി ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുന്നുണ്ടാവും. 30 മുതൽ 35 ചെടികൾ നടാം. അതിൽ 52ഓളം ചെടികൾ നമുക്ക് വേണമെങ്കിൽ നടാവുന്നതാണ്. പക്ഷേ തക്കാളി വളരെ വലുതാവുന്നത് കൊണ്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഹോളുകളിൽ മാത്രമേ ചെടി വെച്ചിട്ടുള്ളൂ. പാലക്ക്, ചീര മാതിരിയുള്ള ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ഹോളുകളിലും വെക്കാവുന്നതാണ്. ഗ്രോ ബാഗുകളിൽ നമുക്ക് ഏത് ചെടി വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇതിൽ പയർ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ യാർഡ് ലോങ് ബീനാണ്. അപ്പോൾ സെൻറ്ററിൽ ഒരു നെറ്റ് ഇട്ടിട്ട് നമുക്ക് സാലഡ് കുക്കുംബറോ അല്ലെങ്കിൽ പയറോ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. മിക്കവാറും എല്ലാ ക്രോപ്പുകളും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെയാണ് കൃഷി ചെയ്യണമെന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് സെൻറ്ററിലോ അല്ലെങ്കിൽ സൈഡിലോ ചെടി വെച്ചിട്ട് വേറെ സൈഡിൽ നമ്മൾ നെറ്റ് വെച്ചിട്ട് അതിലേക്ക് പടർത്തി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ആണെങ്കിൽ സാധാരണ ഒരു 4 മാസം മുതൽ 9 മാസം വരെ ഡ്യൂറേഷനുള്ള വെറൈറ്റീസ് ഉണ്ട്. വഴുതിനൊക്കെ ആണെങ്കിൽ നമുക്ക് 1.5 വർഷം വരെയൊക്കെ കട്ട് ചെയ്തിട്ട് ഈവൻ 2 വർഷവും നിർത്താവുന്നതാണ്. എല്ലാ ചെടികളും നന്നായി വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നല്ല ഹെൽത്തി ആയിട്ടാണ് വരിക ചെടികൾ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ പരിചരിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് വരും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പോളി കിച്ചൺ ഗാർഡൻ ആയതുകൊണ്ട് സൈഡുകളെല്ലാം ഇൻസെക്ട് പ്രൂഫ് നെറ്റ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസെക്റ്റുകൾ ഉള്ളിലേക്ക് വരുന്നില്ല. ബയോ കൺട്രോൾ കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ആഴ്ചയിലൊരിക്കൽ നീമിൻ്റെ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ പശുമൂത്രത്തിൽ കാന്താരി മുളക് വെളുത്തുള്ളിയോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ കാന്താരി മുളക് വെളുത്തുള്ളിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇടയ്ക്ക് വെർട്ടിസീലിയം, ബിവേറിയ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുമാതിരി തന്നെ സ്യൂഡോമോണാസ് 7 മുതൽ 10 ദിവസത്തിലൊരിക്കലും നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് ചെടികളുടെ ജനറൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഈ രീതിയിൽ നമുക്ക് ഓൾ 19 നമുക്ക് ന്യൂട്രിയൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഡ്രിപ്പിലൂടെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഓൾ 19 അല്ലെങ്കിൽ അതുമാതിരി തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഫോളിയർ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചട്ടികളിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് വെറുതെ ഒരു ഓൺലൈൻ ഡ്രിപ്പറോ അല്ലെങ്കിൽ ഇൻലൈൻ ഡ്രിപ്പറോ യൂസ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഗ്രോ ബാഗിൽ നിന്ന് അല്ലെങ്കിൽ ചട്ടിയിൽ നിന്ന് മാറിപ്പോയിട്ട് വെള്ളവും അതുമാതിരി ന്യൂട്രിയൻസൊക്കെ പുറത്താവും ചിലപ്പോൾ പോകുക. നമ്മളറിയില്ല, ചെടി വാടുമ്പോഴറിയാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആരോ ഡ്രിപ്പർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ആരോ ഡ്രിപ്പർ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക്
ഈ ലാറ്ററൽ ലൈനിൽ നമ്മളൊരു ഡ്രിപ്പർ, ഇപ്പോൾ ഈ ഡ്രിപ്പർ 4 ലിറ്റർ 1 മണിക്കൂറിൽ 4 ലിറ്റർ വെള്ളം തരുന്ന ഡ്രിപ്പറാണ്. അതിൻ്റെ മുകളിൽ ഈ 4 വേ വെച്ചിരിക്കുകയാണ്. ഇതാണ് 4 വേ. ഈ 4 വേയിലേക്ക് നമ്മൾ 4 വേ എന്ന് പറഞ്ഞാൽ 4 സൈഡിലേക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. ആ 4 വേയുടെ ഓരോ ഇതിലേക്കും നമ്മൾ മൈക്രോ ട്യൂബ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് മൈക്രോ ട്യൂബ്. ഈ മൈക്രോ ട്യൂബിൻ്റെ അറ്റത്ത് നമ്മൾ ഈ ആരോ ഡ്രിപ്പർ നമുക്ക് കയറ്റി വെക്കാം. ഈ ആരോ ഡ്രിപ്പർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലൂടെ വരുന്ന വെള്ളത്തിനെ ഗൈഡ് ചെയ്ത് കറക്റ്റായിട്ട് ചെടിയുടെ കടക്കിലേക്ക് കൊടുക്കും. അപ്പോൾ അത് അങ്ങോട്ടും പുറത്ത് പോകുന്നില്ല. ഇപ്പോൾ ഇത് 4 ലിറ്റർ പെർ അവർ ഡിസ്ചാർജ് കപ്പാസിറ്റി ഉള്ള ഡ്രിപ്പർ ആണെങ്കിൽ ഓരോ ആരോ ഡ്രിപ്പറിലൂടെയും 1 ലിറ്റർ വെള്ളം വീതമാണ് പോകുന്നത്. അപ്പോൾ ഒരു ചെടിക്ക് സാധാരണ ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ പച്ചക്കറിക്ക് 1 ലിറ്റർ വെള്ളമാണ് ഏറ്റവും വലുതായ ഒരു ചെടിക്ക് നമുക്ക് കൊടുക്കേണ്ടി വരിക. ചെറിയ പ്രായത്തിലാണെങ്കിൽ 300 ml തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഏറ്റവും ചെറിയ പ്രായത്തിൽ. അപ്പോൾ നമ്മൾ ആ ടൈം റെഗുലേറ്റ് ചെയ്താൽ മതി. എത്ര സമയമാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ടൈം റെഗുലേറ്റ് ചെയ്ത് നമുക്ക് ന്യൂട്രിയൻസ് കൊടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കുക, കുളിക്കുക, ഡ്രസ്സ് മാറി എവിടെ പുറത്തേക്ക് പോകുമ്പോൾ അത് നമ്മുടെ ഒരു റുട്ടീനായിട്ട് മാറിയിട്ടുണ്ട്. അതുമാതിരി നമ്മുടെ കൃഷിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റുക, നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗമായിട്ട് കിച്ചൺ ഗാർഡനും മാറുക എന്നുള്ളത് ഇന്നത്തെ കാലത്തിന് വളരെ വളരെ ഒരു ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ കൂടാതെ നമ്മൾ ഈ കിച്ചൺ ഗാർഡനുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ തൊട്ട് നമ്മൾ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുകയാണെങ്കിൽ കുട്ടിക്ക് മൊബൈൽ TV-യോടൊക്കെ ഉള്ളൊരു താല്പര്യം കുറഞ്ഞ് അവർ നേച്ചറിനോട് കുറേ കൂടി അടുക്കുകയും എല്ലാ കാര്യങ്ങളും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ മെൻ്റലി അതായത് അവർ ബ്രെയിൻ വളരെ ഷാർപ്പാവുകയും ഒബ്സർവേഷൻ പവർ കൂടുകയും ചെയ്യുന്നതായിട്ട് കാണാം.